ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എം ലിജുവും ആലപ്പുഴ എം പി കെ സി വേണുഗോപാലും ചെട്ടികുളങ്ങര ആഞ്ഞിലിപ്ര സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും കെ സി വേണുഗോപാൽ എം പിയും ചെട്ടികുളങ്ങരയിലെ ക്യാമ്പ് സന്ദർശിച്ചു. ചെട്ടികുളങ്ങര ആഞ്ഞിലിപ്ര സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പാണ് സന്ദർശിച്ചത്. മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ക്യാമ്പിലെത്തിയ ഇരുവരും ദുരിതബാധിതരുമായി സംസാരിച്ചു. ക്യാമ്പിലെ സൗകര്യങ്ങളും ദുരിതബാധിതർ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി. നമുക്കൊരു 3 മീറ്റർ ഹൈറ്റിൽ വഴി പൊങ്ങിയാൽ അവിടെ ഞങ്ങൾക്ക് ഒരു അമ്മയച്ഛനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രളയത്തിൽ പോലും ഞങ്ങൾ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈ ഒരു ദുരിതം അനുഭവിക്കുന്നു പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവർ ഈ ഷെഡിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്കൂളിലേക്ക് മാറേണ്ട അവസ്ഥയാണ്. 30 വർഷത്തിൽ കൂടുതലായി. ഇപ്പൊ ഇന്ന് 9 ദിവസമായി. അപ്പൊ ഈ വഴി ഞങ്ങൾക്ക് ശരിക്കും ബ്ലോക്കായി കിടക്കും. വരാമെന്ന് ആർക്കും പറ്റില്ല. അപ്പം വീട്ടിൽ വെച്ച് ചടങ്ങ് നടക്കാനോ 10 കട്ടക്കെങ്കിലും ചെയ്യാം. പക്ഷെ ഈ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങൾക്ക് അതുകൊണ്ട് 9 ദിവസം കൊണ്ട് മോർച്ചൊക്കെ തന്നെ വെച്ചു. അപ്പൊ ഇതിനൊരു ശക്തമായ രീതിയിൽ ഈ വഴി ഞങ്ങൾക്ക് ഈ ചടങ്ങ് നടക്കാൻ പറ്റും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ചെട്ടികുളങ്ങരയിലെ ക്യാമ്പിലും ഇരുവരും എത്തിയത്. പ്രളയ ദുരിതത്തിനിടയിലും കുട്ടികളെ ഒരുമിച്ചു കൂട്ടി സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം നൽകുന്ന പ്രവർത്തനത്തിന് ഈ സ്കൂളും അധ്യാപകരും നേതൃത്വം നൽകിയതിൽ കെ സി വേണുഗോപാൽ അഭിനന്ദിച്ചു. കുട്ടികളിലൂടെ നൽകുന്ന ഇത്തരം സന്ദേശങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എം ലിജു കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും എം പി പറഞ്ഞു. പ്രളയ ദുരിതത്തിനിടയിലും യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കാൻ വേണ്ടി കുട്ടികളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് സ്കൂളിനെയും ടീച്ചറെയും ഒക്കെ തന്നെ ഒരു മാത്രമായ സന്ദേശമാണ്. അത് എല്ലാ ക്യാമ്പുകളും നമുക്ക് സന്ദർശിക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ക്യാമ്പുകളിലൊക്കെ പോയി അവിടുത്തെ വിവരങ്ങൾ ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷം മീറ്റിംഗ് ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ വെച്ച് ചർച്ച ചെയ്ത് പരിഗണിക്കും. നമ്മുടെ മന്ത്രി ലിജു ഇവിടെ കഴിഞ്ഞ 6 ദിവസമായിട്ട് ക്യാമ്പ് ചെയ്യുകയാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഇന്ന് കൃഷിമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രി മിക്കവാറും സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ദുരിതവും ഒരു പ്രളയവും ദുരിതമൊക്കെ ആകുമ്പോൾ ആൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ അവരുടെ പ്രയാസം മനസ്സിലാക്കണം. പക്ഷേ ഗവൺമെൻറ് കാര്യമായിട്ട് ഇടപെടും. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനം നടപ്പിലാവലുണ്ടാവും. അവർ വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ രൂക്ഷമായിട്ടുണ്ട്. നമുക്കറിയാം കടലാക്രമണത്തിനെതിരായിട്ടുള്ള നടപടികളും അത്യാവശ്യമാണ്. ഒന്ന് കടൽഭിത്തി പൂർണ്ണമായിട്ടും നിർമ്മിക്കണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മൾ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനർഗേഹം പദ്ധതി ഞാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് 20 ലക്ഷം ആക്കി മാറ്റണമെന്ന്. മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിമാർക്കൊക്കെ അറിയാം. അപ്പോൾ അടുത്ത ക്യാബിനറ്റിൽ അതിൻ്റെ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.